بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ദിവസം നമ്മൾ സാഹിറന്മാരെങ്ങനെയാണ് ശൈത്താനുകളിൽ നിന്ന് ആ കട്ട് കേട്ടത് എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാഹിറന്മാർ ശൈത്താനുകൾക്ക് ചെവി കൊടുത്ത് കേൾക്കുന്നവരാണ്. قال تعالى هل أنبئكم على من تنزل الشياطين هل أنبئكم على من تنزل الشياطين ശൈത്താനുകൾ ആരുടെ മേലെയാണ് ഇറങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. تنزل على كل أفاك أثيم تنزل على كل أفاك أثيم أفاك كذاب, അതായത് ധാരാളം കളവ് പറയുന്ന, അതേപോലെ തന്നെ അസീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഭാവി പറയുന്ന ആളുകളാണ്. അവരുടെ മേലാണ് ശൈത്താൻ ഇറങ്ങുന്നത്. യുൽഖൂന السمع وأكثرهم كاذبون യുൽഖൂന السمع, അവരത് ചെവി കൊടുത്ത് കേൾക്കുന്നു. സാഹിറന്മാർ, ഇതുപോലെ കാഹിൻ ഭാവി പ്രവചിക്കുന്നവർ സാഹിറന്മാരും ശൈത്താനിന് ചെവി കൊടുത്ത് കേൾക്കുന്നു. അക്സറുഹും കാദിബൂൻ, അവരധികവരും കളവ് പറയുന്നവരാണ്. അപ്പോൾ ബാബിന് ശേഷം ഖാല റഹിമഹുല്ലാ ബാബു ശഫാഅ. അഷ്ഫാഅ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അർത്ഥം വഹു ഇസ്മുൻ മിൻ ശഫഅ യശ്ഫഉ, ശഫഅ യശ്ഫഉ ശഫാഅതൻ. ഭാഷയിൽ ശഫാഅ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇദാ ജഅല ശൈ ഇത്നൈൻ, ഇദാ ജഅല ശൈഅ ഇത്നൈൻ, ഒന്നിനെ രണ്ടാക്കുക, അതാണ് ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അർത്ഥം. വഹുവ ദിദ്ദുൽ വത്ർ, വത്റിന്റെ, അതായത് ഒറ്റ എന്നതിന്റെ എതിരായിട്ടുള്ളതാണ് ശഫ്അ, ഇരട്ട. ഖാല തആല വശഫ്ഇ വൽ വത്ർ, വശഫ്ഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. അപ്പോൾ അതാണ് ഭാഷയിൽ അർത്ഥം. ഒന്നായിട്ടുള്ളതിനെ രണ്ടാക്കുക എന്നതാണ് ഭാഷയിൽ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. ജഅല ശൈ ഇസ്നൈൻ. واصطلاحا التوسط للغير بجلب المنفعة أو دفع مضرة. ഇസ്തിലാഹിൽ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ ബാബുൽ അഖീദ, അഖീദയുടെ ബാബിൽ എന്താണ് ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത്തവസ്സുത്ത് ലിൽ ഗൈർ ബിജൽബി മൻഫഅത്തിൻ ഔ ദഫഇ മദറ, ഒരു ഉപകാരത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയോ ഉപദ്രവത്തെ തടുക്കുന്നതിന് വേണ്ടിയോ ഒരു മധ്യസ്ഥനെ വെക്കുക. അള്ളാഹുവിനും അവന്റെ അടിമക്കുമിടയിൽ ഒരു മധ്യസ്ഥനെ വെക്കുക. എന്തിനു വേണ്ടി? ഒരു ഉപകാരം കൊണ്ടുവരുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തെ തടയുന്നതിന് വേണ്ടിയോ. التوسط للغير بجلب منفعة أو دفع مضرة. طيب, الشفاعة في كتاب الله جاءت على قسمين. രണ്ട് തരത്തിലാണ് ഖുർആനിൽ ശഫാഅത്ത് വന്നിട്ടുള്ളത്. ശഫാഅത്ത് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ശഫാഅ മൻഫിയ വശഫാഅ മുസ്ബത. ശഫാഅ മൻഫിയ വശഫാഅ മുസ്ബത. ശഫാഅ മൻഫിയ, മൻഫിയായിട്ടുള്ള ശഫാഅത്ത് അത് നിഷേധിക്കപ്പെടും. ആ ശഫാഅത്ത് നിഷേധിക്കപ്പെടുന്ന ശഫാഅത്താണ്.
ഹിയ അല്ലതി തുത്ലബു മിൻ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് തേടപ്പെടുന്നതാണ് അഷ്ശഫാഅ അൽ മൻഫിയ്യ. അല്ലതി തുത്ലബ് മിൻ ഗൈരില്ലാഹ്, അതേപോലെ തന്നെ അല്ലതി ലാ തകൂനു ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ തേടപ്പെടുന്ന ഷഫാഅത്താണ് ഷഫാഅ മൻഫിയ്യ. ഇങ്ങനെ ഷഫാഅത്തിനെ ഒരു ഖിസ്മായി കൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഷഫാഅത്ത് ഒരിക്കലും സംഭവിക്കുന്നതല്ല. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും തന്നെ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല. രണ്ടാമത്തേതാണ് അഷ്ശഫാഅ അൽ മുസ്ബത. അഷ്ശഫാഅ അൽ മുസ്ബത, ഒന്നാമത്തെ ഷഫാഅ അൽ മൻഫിയ്യ, അത് നിഷേധിക്കപ്പെടും. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ, അള്ളാഹു തആല തൃപ്തിപ്പെട്ടവനല്ലാതെ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല. ലിഅന്ന ഷഫാഅ മുൽക്കുൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ മുൽക്കിൽപ്പെട്ടതാണ് ഷഫാഅത്ത്. അതിന്റെ ഉടമസ്ഥൻ അള്ളാഹു തആല മാത്രമാണ്. ഷഫാഅത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു തആല മാത്രമാണ്. അപ്പൊ അവനിൽ നിന്നല്ലാതെ അത് തേടാൻ പാടില്ല. അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഷഫാഅത്തിന് ഉടമസ്ഥനല്ല. രണ്ടാമത്തെ ഷഫാഅ അൽ മുസ്ബത, അതിന് രണ്ട് ഷർത്തുകളാണുള്ളത്. ആ ഷഫാഅത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ രണ്ട് ഷർത്തുകളാണുള്ളത്. ഒന്നാമത്തെ അഷ്ഷർത്തുൽ അവ്വൽ അൻ തുത്ലബ മിൻ അല്ലാഹ്, അൻ തുത്ലബ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അത് തേടപ്പെടണം. ആ ഷഫാഅത്ത് അള്ളാഹുവിൽ നിന്ന് തേടപ്പെടണം. ആ ഷഫാഅത്ത് അള്ളാഹുവിനോടാണ് തേടേണ്ടത്. രണ്ടാമത്തെ ഷർത്താണ് അൻ തകൂന ഫീമൻ തുഖ്ബൽ ഫീ ഷഫാഅ, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടാൻ, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരിൽ നിന്നായിരിക്കണം. ആ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയായിരിക്കണം ഷഫാഅത്ത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവർക്കും വേണ്ടിയുമായിരിക്കണം ഷഫാഅത്ത്. ഷഫാഅത്ത് അള്ളാഹുവിനോട് തേടപ്പെടാൻ അർഹരായിട്ടുള്ളവരായിരിക്കണം ഷഫാഅത്ത് തേടേണ്ടത്. അർഹരായിട്ടുള്ളവരാരാണ്? അൽ മുഅ്മിൻ അൽ മുവഹ്ഹിദ് അല്ലദീ ഇൻദഹു ശൈഉൻ മിനൽ മആസി ദൂന ശിർക്ക്. അവൻ മുഅ്മിനായിരിക്കണം, മുവഹ്ഹിദായിരിക്കണം, ശിർക്കല്ലാത്ത തിന്മകൾ ഉണ്ടായിരിക്കുന്നവനാണെങ്കിലും അവനിൽ നിന്ന് ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. ശിർക്കുണ്ടായിരിക്കരുത്. ഖാല തആല മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ അടുക്കൽ ഷഫാഅത്ത് പറയാൻ ആരാണുള്ളത്? അപ്പം അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് പറയാൻ സാധിക്കുന്നതല്ല. രണ്ടാമത്തത് വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു തആല തൃപ്തിപ്പെട്ടവനല്ലാതെ, അള്ളാഹു തആലയോട് അവന് വേണ്ടിയല്ലാതെ ഷഫാഅത്ത് പറയാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഷഫാഅത്ത് ആർക്ക് വേണ്ടിയാണോ തേടപ്പെടുന്നത് ആ വ്യക്തി അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവനായിരിക്കണം. അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടിരിക്കണം. അവര് ഈമാനിന്റെ അഹ്ലുകാരാണ്, അഹ്ലുൽ ഈമാൻ. അവരെയാണ് അള്ളാഹു തആല തൃപ്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒരു കാഫിറിന് വേണ്ടിയോ ഒരു മുശ്രിക്കിന് വേണ്ടിയോ ഷഫാഅത്ത് തേടപ്പെടുന്നതല്ല. കാരണം അള്ളാഹു തആല അവരെ തൃപ്തിപ്പെട്ടതല്ല. അതേപോലെ തന്നെ ഷഫാഅത്ത് ചെയ്യപ്പെടാൻ അവർ അർഹരുമല്ല.
അഷ്ഫാഅ അൽ മുസ്ബത, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷഫാഅത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഷഫാഅത്ത്, അതിന്റെ 2 ഷർത്തുകൾ പറഞ്ഞു. അത് 5 തരത്തിലുണ്ട്. ചില മക്കൾ 6 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് അഷ്ഫാഅ അൽ ഉദ്മ. അഷ്ഫാഅ അൽ ഉദ്മ, ഉന്നതമായ ഷഫാഅത്ത്. അഷ്ഫാഅ അൽ ഉദ്മ അതെവിടെ വെച്ചാണ് സംഭവിക്കുക? ഫിൽ മഖാമിൽ മഹ്മൂദ്. ഫിൽ മഖാം അൽ മഹ്മൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഷഫാഅത്താണ്. قال تعالى فيه عسى أن يبعثك ربك مقاما محمودا. عسى أن يبعثك ربك مقاما محمودا. അതിനാണ് അഷ്ഫാഅ അൽ ഉദ്മ, ഉന്നതമായ ഷഫാഅത്ത് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഷഫാഅത്താണത്. ഇപ്പൊ ഖിയാമത്ത് നാളിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചോദിക്കും. രണ്ടാമത്തെ ഷഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ അഹ്ലാർക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഷഫാഅത്താണ്. സ്വർഗത്തിന്റെ അഹ്ലുകാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഷഫാഅത്ത് ചോദിക്കും. അതാണ് രണ്ടാമത്തേത്. ഷഫാഅത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹ്ലിൽ ജന്ന അൻ യുദ്ഖിലുൽ ജന്ന. മൂന്നാമത്തേത് ഷഫാഅത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അഹ്ലിൽ ജന്ന ലിറഫ്ഇ ദറജാതിഹിം ഫിൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ചില ആളുകൾക്ക് അവരുടെ ദറജ, സ്വർഗത്തിൽ അവരുടെ ദറജ ഉയർന്നതിനു വേണ്ടി അല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചോദിക്കും. അതാണ് മൂന്നാമത്തേത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ചിലർക്ക് അവരുടെ ദറജ സ്വർഗത്തിൽ ഉയർത്തുന്നതിനു വേണ്ടി അല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചോദിക്കും. നാലാമത്തേത് ഷഫാഅത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അമ്മിഹി അബി താലിബ്. റസൂലിന്റെ പിതൃവനായ അബൂ താലിബിന് വേണ്ടി അല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഷഫാഅത്താണ് നാലാമത്തേത്. ഈ പറഞ്ഞിട്ട് 4 ഷഫാഅത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഷഫാഅത്താണ്. അഞ്ചാമത്തേത് അഷ്ഫാഅ ഫീ മൻ ദഖല അൻ-നാർ മിൻ അഹ്ലി തൗഹീദ് അൻ യഖ്റുജ മിൻഹാ. അതായത് തൗഹീദുള്ള നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവർ, അവർ മുവഹ്ഹിദുകളാണ്, പക്ഷേ വൻ പാപങ്ങൾ ചെയ്തതിന് ഫലമായിക്കൊണ്ട് അവർ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്യുന്ന ഷഫാഅത്താണ് അഞ്ചാമത്തേത്. ഈ ഷഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടുള്ളതല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും അതേപോലെ മറ്റ് വ്യക്തികൾക്കുമൊക്കെ ഉള്ള ഷഫാഅത്താണ്. ചെറിയ കുട്ടികൾ അവരുടെ പിതാക്കന്മാർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യും. ഈ ഷഫാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി ഉള്ളതല്ല, നേരെ മറിച്ച് അമ്പിയാക്കൾക്കെല്ലാം അതുപോലെ ഔലിയാക്കൾക്കും സാലിഹ്യങ്ങൾക്കുമുള്ള ഷഫാഅത്താണ്. മുവഹ്ഹിദുകളായ എന്നാൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരെ നരകത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഷഫാഅത്ത്. ഇനി ആറാമത്തെ ഷഫാഅത്തായി പറയുന്നത് അഷ്ഫാഅ ഫീ മൻ ഇസ്തഹഖ അൻ-നാർ മിൻ അഹ്ലി തൗഹീദ് അല്ലാ യദ്ഖുലഹ.
അതായത് മുവഹിദുകളായ, എന്നാൽ അവർ ചെയ്ത തിന്മ കാരണം നരകം അവർക്ക് അർഹമായി, ആ അവസ്ഥയിൽ അവർ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടാതിരിക്കാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന ശഫാഅത്താണ്. പക്ഷെ ഈ ശഫാഅത്തിന് ദലീലില്ല എന്നാണ് ചില ഉലമാക്കൾ പറയുന്നത്. ഷെയ്ഖ് മുബിൽ റഹ്മഹുല്ല ഈ അഭിപ്രായത്തിലാണ്. ഈ ഒരു തരം ശഫാഅത്തിന് തെളിവില്ല. അപ്പൊ ഇതെല്ലാം മുസ്ബത്തായ ശഫാഅത്ത് ഇനങ്ങളിൽപ്പെട്ടതാണ്. അഷ്ശഫാഅ അൽ ഉദ്മ ഒന്നാമത്തത്. അതേപോലെ ശഫാഅത്തു ലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾക്ക് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ശഫാഅത്ത്. മൂന്നാമത്തത് സ്വർഗത്തിലെ ചില ആളുകൾക്ക് അവരുടെ ദറജ സ്വർഗത്തിൽ ഉയരുന്നതിന് വേണ്ടിയുള്ള ശഫാഅത്ത്. നാലാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനായ അബൂ ത്വാലിബിന് വേണ്ടിയുള്ള ശഫാഅത്ത്. അഞ്ചാമത്തത് അഹ്ലു തൗഹീദ്, തൗഹീദിന്റെ അഹ്ലുകാരിൽപ്പെട്ടവരെ, അതായത് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട മുവഹിദുകളെ അവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശഫാഅത്ത്. പിന്നെ ആറാമത്തത് നരകത്തിലേക്ക് പ്രവേശനം, നരകം അർഹരായി തീർന്നിട്ടുള്ള മുവഹിദുകൾക്ക് വേണ്ടി നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടാതിരിക്കാൻ ഉള്ള ശഫാഅത്ത്. അതിനാണ് തെളിവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്റെ പിതൃവനായ അബൂ ത്വാലിബിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, വലൗല ഹാദിഹി ശഫാഅ ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. എന്റെ ഈ ശഫാഅത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബ് നരകത്തിന്റെ ഏറ്റവും അടിയിലായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി ശഫാഅത്ത് കൊണ്ട് അതിൽ നിന്നും മുകളിലേക്ക് വരും. അയ്യുർഫഅ ഇലാ ദഅ്ദാഹ് മിനൻ നാർ, തീയിന്റെ ഏറ്റവും കാടിന് കുറഞ്ഞ ഭാഗത്തേക്ക്, ആ മുകളിലേക്ക് കൊണ്ടുവരപ്പെടും റസൂലുള്ളാഹി ശഫാഅത്ത്. അപ്പോൾ റസൂലുള്ളാഹി മാത്രം പ്രത്യേകമായിട്ടുള്ള ശഫാഅത്താണ്. ഇല്ല എങ്കിൽ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് എന്നുള്ളത് ഇല്ല, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യപ്പെടുന്നതല്ല. ഇവിടെ നമ്മൾ മുമ്പത്തെ ബാബിൽ ബാബു എന്താണ് ഇസ്തിആദ, അതുപോലെ തന്നെ ഇസ്തിഗാസ, അതുപോലെ ദുആ ലി ഗൈരില്ലാ, ഈ ബാബൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ശിർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യൽ, ഇസ്തിആദ, അതേപോലെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, അതെല്ലാം ശിർക്കാണ്. അപ്പൊ അതിനുശേഷം ഈ ശഫാഅത്തിന്റെ ബാബ് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താണ്? ഈ ശഫാഅത്തിന്റെ ബാബ് കൊണ്ടുവരാനുള്ള കാരണം മുശ്രിക്കീങ്ങൾ അവര് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാനും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാനും വേണ്ടി തെളിവാക്കുന്നത് എന്താണ്? ഷഫാഅത്താണ്. അപ്പൊ ആ ഷഫാഅത്തിന് ഈ പറയുന്ന ബാബുകൾക്ക് ശേഷം ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു മുനാസബ അതാണ്. കാരണം മുശ്രിക്കീങ്ങൾ അവർ ചെയ്യുന്ന ഇസ്തിഗാസക്കും ഇസ്തിആദക്കും അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാനും അവർ തെളിവാക്കുന്നത് ഷഫാഅത്താണ്. അവർ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഖബറിലെ ആള് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും, അല്ല ഇന്ന വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുമെന്ന് അവർ പറയുന്നു. അപ്പൊ അവരുടെ വാദപ്രകാരം അവര് ഈ പറയുന്ന മരണപ്പെട്ട ആളുകളോടും അല്ലെങ്കിൽ ഖബറിലെ ആളുകളോടും ഒക്കെ തേടുന്നത് എന്താണ്? ഷഫാഅത്താണ്. അതാണ് അവരുടെ വാദം. അപ്പൊ ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ല ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷ്ശഫാഅ എന്നുള്ളത് ഖിയാമത്ത് നാളിൽ ഉള്ള ഒരു കാര്യമാണ്. നേരെ മറിച്ച് അത് ഷിർക്കിന്റെയോ അല്ലെങ്കിൽ ഇസ്തിഗാസയുടെയോ ഇസ്തിആദയുടെയോ ബാബിൽ വരുന്നൊരു കാര്യമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന ഒരു ഫضل മാത്രമാണ്, ഒരാളുടെയും അവകാശവുമല്ല.
ഷഫാഅത്ത് ചെയ്യുന്നവനും ചെയ്യപ്പെടുന്നവനും അല്ലാഹു തആല നൽകുന്ന ഔദാര്യം മാത്രമാണ്. طيب قال رحمه الله وقول الله تعالى وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع. وقوله قل لله الشفاعة جميعا. وقوله من ذا الذي يشفع عنده إلا بإذنه. وقوله وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى. وقوله قل ادعوا الذين زعمتم من دون الله لا يملكون مثقال ذرة في السماوات ولا في الأرض. طيب ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ചില തെളിവുകളാണ് ശൈഖ് റഹ്മഹുല്ലാഹ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തേത് وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع. وأنذر به الذين يخافون أن يحشروا إلى ربهم തങ്ങളുടെ റബ്ബിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും, തങ്ങളുടെ റബ്ബിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഇത് മുഖേന നീ താക്കീത് നൽകുക. വഅൻദിർ ബിഹി, ഇതുകൊണ്ട് നീ താക്കീത് നൽകുക. ഏതുകൊണ്ട്? ആ ബിഹി ആ ഹ എന്നുള്ള ദമീർ എന്തിലേക്കാണ് മടങ്ങുന്നത്? ബിൽ ഖുർആൻ. ഈ ഖുർആൻ കൊണ്ട് നീ അവർക്ക് താക്കീത് നൽകുക. വഅൻദിർ ബിഹിൽ ലദീന യഖാഫൂൻ അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ. ലൈസ ലഹും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ അവർക്കൊരു വലിയോ ഒരു ഷഫീഅോ ഉണ്ടായിരിക്കുന്നതല്ല. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ. അല്ലാഹുവിന് പുറമെ യാതൊരു വലിയോ യാതൊരു സഹായിയോ അല്ലെങ്കിൽ ഒരു ശുപാർശക്കാരനോ അവർക്കുണ്ടായിരിക്കുന്നതല്ല. ലാ വലി വലാ ഷഫീഅ. ഈ ആയത്ത് ഇതുപോലെയുള്ള ആയത്തുകളാണ് ഷഫാഅത്തിനെ നിഷേധിക്കുന്ന ആളുകൾ തെളിവാക്കുന്നത്. ഷഫാഅത്തിനെ നിഷേധിക്കുന്ന ആളുകൾ, ഷഫാഅത്ത് ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ തെളിവാക്കുന്നത് ഇതുപോലെയുള്ള ആയത്തുകളാണ്. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ഷഫീഅ. അതേപോലെ മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാ. അതേപോലെ ലാ ബൈഉൻ വലാ ഖുല്ലത്തുൻ വലാ ഷഫാഅ. ഈ ആയത്തുകളൊക്കെ ഷഫാഅത്തിനെ നിഷേധിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആയത്തുകൾ തെളിവാക്കിക്കൊണ്ട് ഷഫാഅത്തിനെ മൊത്തമായി കൊണ്ട് തന്നെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട മുഅ്തസില, അതുപോലെ തന്നെ ചില ഖവാരിജ് പോലെയുള്ള വിഭാഗങ്ങൾ ഷഫാഅത്തിനെ നിഷേധിക്കുന്നവരാണ്. അത് അവർ തെളിവാക്കുന്ന ഇത്തരത്തിലുള്ള ആയത്തുകളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൊക്കെ നിഷേധിച്ചിട്ടുള്ള ഷഫാഅത്ത് എന്താണ്? ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ഷഫീഅ വമാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഅ ലാ ബൈഉൻ വലാ ഖുല്ലത്തുൻ വലാ ഷഫാഅ. ഈ ആയത്തുകളിലൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ച ഷഫാഅത്ത് ഏത് തരം ഷഫാഅത്താണ്? അഷ്ശഫാഅ അൽ മൻഫിയ. അഷ്ശഫാഅ അൽ മൻഫിയ, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് തേടപ്പെടുന്ന ഷഫാഅത്താണ്. അല്ലാഹുവിന് അനുമതിയില്ലാതെ തേടപ്പെടുന്ന ഷഫാഅത്തിനെയാണ് ഈ ആയത്തുകളെല്ലാം നിഷേധിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് എന്തല്ല, അഹ്ലുസുന്നയുടെ അടുക്കൽ സ്ഥിരപ്പെട്ട ഷഫാഅത്തല്ല, അതിനെയല്ല അല്ലാഹു തആല നിഷേധിക്കുന്നത്. മുസ്ബത്തായിട്ടുള്ള ഷഫാഅത്തിനെയല്ല അല്ലാഹു തആല നിഷേധിച്ചിട്ടുള്ളത്. فالمنفي هنا هي الشفاعة الباطلة ولأصحاب الباطل. ബാത്തിലായ ഷഫാഅത്തിനെ, ബാത്തിലായ ആളുകൾക്ക് വേണ്ടിയുള്ള ഷഫാഅത്തിനെയാണ് അല്ലാഹു തആല ഈ ആയത്തുകളിൽ നിഷേധിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് അമ്മൽ മുസ്ബത അഷ്ശഫാഅ അൽ മുസ്ബത ഫിൽ അഹാദീസ് വൽ ആയാത്ത് അഷ്ശഫാഅ അൽ മുസ്ബത ഫഹിയ മിൻ അഹ്ലിൽ ഹഖ് ലി അഹ്ലിൽ ഹഖ് വത്തൗഹീദ്. തൗഹീദിന്റെ ആളുകൾക്ക് വേണ്ടി തൗഹീദിന്റെ ആളുകൾ ചെയ്യുന്ന, ഹക്കിന്റെ ആളുകൾ ചെയ്യുന്ന ഷഫാഅത്ത് സ്ഥിരപ്പെട്ടതാണ്. ആയത്തിലും ഹദീസുകളും സ്ഥിരപ്പെട്ടതാണ്.
അപ്പൊ ഈ ഖുർആൻ കൊണ്ട് നീ താക്കീത് ചെയ്യുക, അള്ളാഹുവിങ്കലേക്ക് തങ്ങളുടെ റബ്ബിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഈ ഖുർആൻ മുഖേന നീ താക്കീത് നൽകുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ. വഖൗലുഹു തആല ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ. ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ. അപ്പോൾ ഷഫാഅത്ത് മുഴുവൻ അള്ളാഹുവിനാകുന്നു. നബിയെ നീ പറയുക, ഷഫാഅത്ത് മുഴുവൻ അള്ളാഹുവിനാകുന്നു. ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് സുമ്മ ഇലൈഹി തുർജഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്താണ്? അഷ്ശഫാഅത്തു ലില്ലാഹി ജമീഅ. എല്ലാ ഷഫാഅത്തും അല്ലാഹു തആലയുടേതാണ്. അള്ളാഹുവിനാണ് എല്ലാ ഷഫാഅത്തും. ഇപ്പൊ ജനങ്ങളിൽ, മനുഷ്യരിലോ ജിന്നുകളിലോ ഒരാളും തന്നെ, അല്ലെങ്കിൽ മലക്കുകളിലോ പെട്ട ഒരാളും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഷഫാഅത്തിനെ ഉടമപ്പെടുത്തുന്നില്ല. അപ്പൊ എല്ലാ ഷഫാഅത്തും അള്ളാഹുവിന്റെ അടുക്കലാണ്, അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാത്ത ഒരാളും തന്നെ ഷഫാഅത്തിന്റെ ഉടമസ്ഥനല്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണത്. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾക്കും തന്നെ ഷഫാഅത്ത് നൽകാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഖൽബുകളെ എന്തുമായി കൊണ്ടാണ് ബന്ധപ്പെടുത്തേണ്ടത്? ഷഫാഅത്തിന് ഉടമസ്ഥനുമായി കൊണ്ടാണോ, അതല്ല ഷഫാഅത്ത് നൽകുന്നവനോടാണോ? ആരുടെ കയ്യിലാണോ ഷഫാഅത്തിന് ഉടമസ്ഥത, അവനോടാണ് നമ്മുടെ ഖൽബിനെ നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത്. അല്ലാഹു തആലയാണ് അതിനുടമസ്ഥൻ. അല്ലാഹു തആലയാണ് ഷഫാഅത്തിന്റെ ഉടമസ്ഥൻ. ആ അള്ളാഹുവിനോടാണ് നമ്മുടെ ഖൽബിനെ നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത്. അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാ ഷഫാഅത്തും. ثم قال وقوله من ذا الذي أو أم اتخذوا من دون الله شفعاء. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അം ഇത്തഖദു മിൻ ദൂനില്ലാഹി ശുഫഅ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വല്ല ശുപാർശക്കാരെയും സ്വീകരിച്ചിരിക്കുകയാണോ? അല്ലാഹു തആലക്ക് പുറമെ വല്ല ശുപാർശക്കാരെയും നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ അടുക്കലാണ് എല്ലാ ഷഫാഅത്തും. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കബറാളികൾ, അല്ലെങ്കിൽ തേടിക്കൊണ്ടിരിക്കുന്ന ഔലിയാക്കളോ, അവരെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ശുപാർശക്കാരാക്കിയിരിക്കുകയാണോ? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ. അള്ളാഹുവിനാണ് എല്ലാ ഷഫാഅത്തും. അതേപോലെ അല്ലാഹു തആല പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഅഉനാ ഇൻദല്ലാഹ്. യഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത, അല്ലാഹു തആലയ്ക്ക് പുറമെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തവയെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർ ഇബാദത്ത് ചെയ്യുന്നു. യഅ്ബുദൂൻ, അല്ലാഹു തആല അവിടെ ഇബാദത്ത് എന്നാണ് പറഞ്ഞത്. യഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവർ പറയുന്ന ന്യായം എന്താണ്? വയഖൂലൂൻ ഹൗലാഇ ശുഫാഅഉനാ ഇൻദല്ലാഹ്. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവര് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് പറയുന്നവരാണ്. അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ. എല്ലാ ഷഫാഅത്തും അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഖാല ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. നബിയെ നീ അവരോട് ചോദിക്കുക, അവരോട് പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹുവിന് അറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കുകയാണോ? അല്ലാഹു തആലക്ക് അറിയാത്ത ആകാശഭൂമികളുടെ വല്ല കാര്യവും നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആലക്ക് അറിയാം, അള്ളാഹുവിന് മാത്രമാണ് ഷഫാഅത്തിന് ഉടമസ്ഥൻ അല്ലാഹു തആല മാത്രമാണ്. അതല്ല നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാക്കളും അല്ലെങ്കിൽ അമ്പിയാക്കളോ അല്ലെങ്കിൽ ജാറത്തിലുള്ള ആളുകളൊക്കെ അല്ലാഹു തആലയുടെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ
ആകാശഭൂമികളിൽ അള്ളാഹു തആലക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഷഫാഅത്തില്ല. അങ്ങനെ ഷഫാഅത്ത് നൽകാൻ സാധിക്കുന്ന ഒരു ഷാഫി ശുപാർശക്കാരനുമില്ല. അള്ളാഹു തആല അടുക്കലാണ് അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. എല്ലാ ഷഫാഅത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. وقوله من ذا الذي يشفع عنده إلا بإذنه. അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അനുവാദമില്ലാതെ ശുപാർശ നടത്താൻ ആരുണ്ട്? ആരുമില്ല. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് പറയാൻ സാധിക്കുന്നതല്ല. ലാ അഹദുൻ യശ്ഫഉ ഇൻദല്ലാഹി ഇല്ലാ ബിഇദ്നില്ലാ വലാ ബിഇദ്നില്ലാ ഇല്ലാ ലിഅഹ്ലി തൗഹീദ് ഷാഫിയൻ ഔ മശ്ഫൂഅൻ. ഇനി അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഷഫാഅത്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ ആർക്ക് വേണ്ടിയേ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? തൗഹീദിന്റെ അഹ്ലുകാർക്ക്. തൗഹീദിന്റെ അഹ്ലുകാർക്കും തൗഹീദിന്റെ അഹ്ലുകാർക്ക് വേണ്ടിയും തൗഹീദിന്റെ അഹ്ലുകാർക്കും തൗഹീദിന്റെ അഹ്ലുകാർക്ക് വേണ്ടിയും ഷാഫിയൻ ഔ മശ്ഫൂഅൻ. അപ്പൊ ഷഫാഅത്ത് ചെയ്യുന്നതാരാണ്? അഹ്ലു തൗഹീദിൽപ്പെട്ട ആളായിരിക്കും. ആർക്ക് വേണ്ടിയാണ് ഷഫാഅത്ത് ചെയ്യപ്പെടുക? അഹ്ലു തൗഹീദിൽപ്പെട്ട ആൾ. അതും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. നേരെ മറിച്ച് ഒരു മുശ്രിക്കിനോ കാഫിറിനോ ഷഫാഅത്തില്ല, ഷഫാഅത്ത് ചെയ്യപ്പെടുന്നതുമല്ല. وقوله وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى. وكم من ملك في السماوات. ആകാശങ്ങളിൽ എത്ര മലക്കുകളാണുള്ളത്? ലാ തുഗ്നി ഷഫാഅത്തുഹും ഷൈആ. അവരുടെ ഷഫാഅത്ത് യാതൊരു ഉപകാരവും ചെയ്യുന്നതല്ല, യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ് ലിമൻ യശാഉ വയർദാ. എപ്പോഴല്ലാതെ? ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്. അല്ലാഹു തആല അതിന് അനുമതി നൽകിയതിനു ശേഷമല്ലാതെ. ആർക്ക് വേണ്ടി? ലിമൻ യശാഉ വയർദാ. അല്ലാഹു തആല ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ. ഇപ്പൊ മലക്കുകൾക്കും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്കുകൾക്ക് പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല. അള്ളാഹു തആല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല. وقوله قل ادعوا الذين زعمتم من دون الله ما لا يملكون مثقال ذرة في السماوات ولا في الأرض. قل ادعوا الذين زعمتم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഇദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകളോടെല്ലാം നിങ്ങൾ വിളിച്ചു നോക്ക്, അവരെ പ്രാർത്ഥിച്ചു നോക്ക്, അവരെ വിളിച്ചു നോക്കൂ. അതായത് ഇവിടെ ദുആ മസലയാണ്, ദുആഉൽ ഇബാദയല്ല, ദുആ മസലയാണ് ഉദ്ദേശിക്കുന്നത്. ഖുൽ ഇദ്ഉഹും الذين زعمتم من دون الله لا يملكون مثقال ذرة في السماوات والأرض. അവരെന്ത് ഉടമപ്പെടുത്തുന്നില്ല ആകാശഭൂമികളിൽ, ആകാശത്തിലോ ഭൂമിയിലോ ഒരു മിസ്കാല ദർറ, ഏറ്റവും ചെറിയ ഒരു ഉറുമ്പിന്റെ അത്ര പോലും അവര് ആകാശഭൂമിയിൽ ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല. അതിന്റെ ഒന്നിന്റെയും ഉടമസ്ഥരല്ല നിങ്ങൾ അള്ളാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ വമാ ലഹു മിൻഹും മിൻ ദഹീർ. അതിനുശേഷമുള്ള ആയത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്, വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ് വലാ തൻഫഉ ശഫാഅ. ആർക്ക് വേണ്ടി അവൻ അനുമതി നൽകിയോ അവർക്കല്ലാതെ അവന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് പ്രയോജനപ്പെടുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഹാദിൽ ആയ ഖതഅത് ജമീഅൽ അസ്ബാബ് അല്ലതി യതഅല്ലഖു ബിഹൽ മുശ്രികൂൻ. ഈ ആയത്ത്, അതായത് ഖുൽ ഇദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹി ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വൽ അർദ്. ഈ ആയത്ത് മുശ്രിക്കീങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ
അവര് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സബബായിട്ട് എടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളെയെല്ലാം മുറിച്ചു കളയുന്നതാണ് ഈ ആയത്ത്. ഇപ്പൊ മുശ്രിക്കീങ്ങളുടെ ഹൃദയങ്ങൾ വലിയുമായിക്കൊണ്ട് അല്ലെങ്കിൽ ഖബറുമായിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചില വിഭാഗം ആളുകൾ, പ്രത്യേക വിഭാഗം ആളുകളുമായിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഷഫാഅത്തിന് വേണ്ടി ഖബറാളികളുമായിക്കൊണ്ട് അവരുടെ ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പിയാക്കളോ അല്ലെങ്കിൽ ജാറങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ ഔലിയാക്കളോ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവരുടെ ഹൃദയങ്ങൾ ഷഫാഅത്തിന്റെ ബാബിൽ. അപ്പൊ ആ എല്ലാ അസ്ബാബുകളെയും ഈ ആയത്ത് മുറിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ് അയ അല്ലദീന തസ്ഉമൂന അന്നഹും യൻഫഊനകും മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമെന്ന് നിങ്ങൾ വാദിക്കുന്ന ആ ആളുകളെ നിങ്ങൾ വിളിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി അവരെ യഥാർത്ഥത്തിൽ ആരാണ്? നിങ്ങൾ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നവർ ഫുഖറാക്കളാണ്. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ്സമാവാതി വൽഅർദ് വലാ ഫിൽ അർദ്. അവരെ എന്ത് ചെയ്യുന്നില്ല, ഒരു ചെറിയ ഉറുമ്പിന്റെ അത്ര പോലും ഈ ആകാശങ്ങളിലോ ഭൂമിയിലോ അവര് ഉടമപ്പെടുത്തുന്നില്ല. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ്സമാവാതി വൽഅർദ്. അപ്പൊ നിങ്ങൾ അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമെന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുമെന്നും നിങ്ങൾ വാദിക്കുന്ന ഈ വിളിച്ചു തേടുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ അവരാരാണ്? ഫുഖറാക്കളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആകാശഭൂമിയിലോ ഒന്നും തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല. ഹത്താ ലൗ മലികു ശൈഅൻ മിനദ് ദുനിയ ഫഹുവ ബിതംലീകില്ലാഹി ലഹു അമ്മാ ഹും ലാ യംലികൂന മിസ്ഖാല ദർറ. അപ്പൊ മുശ്രിക്കീങ്ങൾ അവരുടെ ഹൃദയത്തെ എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ ആ കാര്യത്തെയെല്ലാം ഈ ആയത്ത് മുറിച്ചു കളയും. ഒന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നിഷേധിക്കുന്നത് എന്താണ്? മുൽക്കിനെയാണ് നിഷേധിക്കുന്നത്. ആരുടെ മുൽക്കിനെ? അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആളുകളുടെ മുൽക്കിന്. അവർക്ക് ആകാശഭൂമിയിൽ യാതൊരു ഉടമസ്ഥതയുമില്ല. ഒന്നിന്റെ കാര്യത്തിലും ഒരു ചെറിയ ഒരു ദർറ, ഏറ്റവും ചെറിയൊരു ഉറുമ്പിന്റെ കാര്യത്തിൽ പോലും, അതിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ പോലും, അല്ലെങ്കിൽ അതിന്റെ അവകാശത്തിൽ പോലും അവർക്ക് യാതൊരു ഉടമസ്ഥതയുമില്ല, ഒരു ആധിപത്യവുമില്ല എന്ന് അല്ലാഹു തആല അവരുടെ ആ മുൽക്കിനെ നിഷേധിക്കുകയാണ്. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പങ്കാളിത്തത്തെ നിഷേധിക്കുന്നു, ശിർക്കിനെ നിഷേധിക്കുന്നു. വമാ ലഹും ഫീഹിമ, ഇവിടെ ഫീഹിമ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ദമീർ മടങ്ങുന്നത് എന്തിലേക്കാണ്? അസ്സമാവാത് വൽ അർദ്. ആകാശങ്ങളിലോ ഭൂമിയിലോ അവ രണ്ടിലും അവർക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. ആകാശഭൂമികളുടെ ഇടയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു സംഭവത്തിലോ അല്ലെങ്കിൽ സൃഷ്ടിപ്പിലോ ഒന്നിനും തന്നെ അള്ളാഹുവിന്റെ കൂടെ അവർക്കൊരു പങ്കാളിത്തമില്ല. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്ക്. അല്ലാഹു തആലക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ, ഒന്നാമത് അവർക്ക് എന്തില്ല? മുൽക്കില്ല. രണ്ടാമത് അവർക്ക് ആകാശഭൂമികളിൽ യാതൊരു കാര്യത്തിലും പങ്കാളിത്തമില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നിഷേധിച്ചത് എന്താണ്? വമാ ലഹു മിൻഹും മിൻ ദഹീർ. വമാ ലഹു മിൻഹും മിൻ ദഹീർ. അദ്ദഹീർ, ദഹീർ എന്ന് പറഞ്ഞാൽ ഇവിടെ മുഈൻ എന്നാണ് ഉദ്ദേശം. വമാ ലഹു മിൻഹും മിൻ ദഹീർ ഐ മുഈൻ. അൽ മുഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സൃഷ്ടിപ്പിന്റെ കാര്യം, അല്ലാഹു തആല ഈ പിന്നെ ആകാശഭൂമികളിലുള്ള സൃഷ്ടിച്ചതിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പിൽ അള്ളാഹുവിനെ അവർ എന്തെങ്കിലും തരത്തിൽ സഹായിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവരുടെ സഹായം ആവശ്യമില്ല. അപ്പൊ അല്ലാഹു തആലയെ ആ കാര്യത്തിൽ സഹായിക്കാത്തവരുമാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഒരു തരത്തിലും അള്ളാഹുവിനെ സഹായിക്കാത്തവരും സഹായിക്കാൻ സാധിക്കാത്തവരുമാണവർ. ഈ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ തൊട്ട് നിഷേധിക്കുകയാണ്. ഒന്ന്, മുൽക്കിനെ നിഷേധിച്ചു. രണ്ടാമത്, അള്ളാഹുവിനോടുള്ള പങ്കാളിത്തത്തെ നിഷേധിച്ചു. മൂന്നാമതായിക്കൊണ്ട്
സഹായത്തെ നിഷേധിച്ചു. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മുശ്രിക്കീങ്ങൾ അവരുടെ കൽബിനെ എന്തുമായി കൊണ്ട് ബന്ധപ്പെടുത്തിയോ ആ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ആയത്ത് കൊണ്ട് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിനെ നിഷേധിച്ചു. വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ് വലാ തൻഫഉ ശഫാഅ ഇൻദഹു ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ഉപകാരപ്പെടുകയില്ല. ഈ പറയുന്ന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഈ ആളുകളുടെ ശഫാഅത്ത് എന്തല്ല, സ്വീകരിക്കപ്പെടുന്നതല്ല. ഇല്ലാ ലിമൻ അദിനല്ല, ആർക്ക് അല്ലാഹു തആല അനുവാദം കൊടുത്തു അവൻ്റെതല്ലാതെ, അവന് വേണ്ടിയല്ലാതെ. അപ്പൊ 4 കാര്യങ്ങളാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത്. ഒന്ന് മുൽക്ക്, രണ്ടാമത് ശിർക്ക് പങ്കാളിത്തം, മൂന്നാമത് സഹായം ചെയ്യപ്പെടുക എന്നുള്ളത്, നാലാമത്തത് ശഫാഅത്ത്. വലാ തൻഫഉ ശഫാഅ ഇൻദല്ലാഹ് ഇല്ലാ ലിമൻ അദിന ലഹ് ഫഇദൻ നഫഅ അൻഹും അൽ മുൽക്ക് വൽ മുശാറക വൽ മുആവന വശഫാഅ. 4 കാര്യങ്ങൾ അല്ലാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരിൽ നിഷേധിച്ചു. അൽ മുൽക്ക് വൽ മുശാറക വൽ മുആവന വശഫാഅ. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഇത്തരം ആളുകളോട് പിന്നെ നിങ്ങൾ എന്തിനാണ് വിളിച്ചു തേടുന്നത്? മുശ്രിക്കീങ്ങളോട് ഉള്ള ചോദ്യമാണ്. എന്തിനു വേണ്ടിയാണ് പിന്നെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് ഒരു ചെറിയ ഉറുമ്പിനെ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ആകാശഭൂമികളിൽ ഒന്നിന്റെയും കാര്യത്തിൽ അവർക്ക് പങ്കാളിത്തമില്ല. അതേപോലെ തന്നെ ആകാശഭൂമി സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് ഒരു തരത്തിലും അവർ സഹായിക്കുന്നില്ല. നാലാമതായിക്കൊണ്ട് അവരുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുകയുമില്ല, അള്ളാഹുവിന് അനുമതിയില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള അള്ളാഹു അല്ലാത്തതിനെ നിങ്ങൾ വിളിച്ച് തേടുന്നത്? അവരോട് തേടുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഹൗലാഇൽ ഔലിയ ലാ യംലികൂൻ വലാ യുശാരികൂൻ വലാ യുആവിനൂൻ വലൈസ ലഹും അയ്ദൻ അശഫാഅ ഇല്ലാ ലിമൻ അദിനല്ലാഹ്. അപ്പോൾ ആരുടെ കയ്യിലാണ് ഷഫാഅത്തിന് ഉടമസ്ഥത? അല്ലാഹു തആലയുടെ കയ്യിലാണ്. ആരോടാണ് ഷഫാഅത്ത് തേടേണ്ടത്? അല്ലാഹുവിനോടാണ്. طيب إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ദിവസം നമ്മൾ സാഹിറന്മാരെങ്ങനെയാണ് ശൈത്താനുകളിൽ നിന്ന് ആ കട്ട് കേട്ടത് എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ സംശയം നമ്മൾ പറഞ്ഞു. അപ്പോൾ സാഹിറന്മാർ ശൈത്താനുകൾക്ക് ചെവി കൊടുത്ത് കേൾക്കുന്നവരാണ്. قال تعالى هل أنبئكم على من تنزل الشياطين هل أنبئكم على من تنزل الشياطين. ശൈത്താനുകൾ ആരുടെ മേലെയാണ് ഇറങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? تنزل على كل أفاك أثيم تنزل على كل أفاك أثيم. അഫാഖ് കദ്ദാബ്, അതായത് ധാരാളം കളവ് പറയുന്ന. അതേപോലെ തന്നെ അസീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഭാവി പറയുന്ന ആളുകളാണ്. അവരുടെ മേലാണ് ശൈത്താൻ ഇറങ്ങുന്നത്. യുൽഖൂന അസ്സമഅ വഅക്സറുഹും കാദിബൂൻ. യുൽഖൂന അസ്സമഅ, അവരത് ചെവി കൊടുത്ത് കേൾക്കുന്നു.